എന്താണ് ഈ സിനിമ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ ഉദ്ദേശിച്ചത് ഒരു തരത്തിലും വയ്യ. ഒരു തരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു തരത്തിലും വയ്യ. മലയാളത്തിന്റെ വിസ്മയം കാളിദാസിന്റെ ഒരു അപരാധ പിറവിയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ പാഠം തുടങ്ങുന്നത് തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി തള്ളിമറിച്ചുകൊണ്ടാണ്. പരിണാമത്തിന്റെ മറ്റൊരു ഘട്ടത്തിലാണ് ഈ പ്രതിഭാസമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. തള്ളിമറിക്കുന്ന ആളെ പറ്റി ഞാനൊരു ക്ലൂ തരാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ് ഗൈസ്, രാജുവേട്ടൻ പാവ ഇങ്ങേരുടെ ഒരു ഗതികേടേ. അപ്പോൾ കഥയിലേക്ക് വരുമ്പോൾ മാനസിക പ്രശ്നങ്ങളുള്ള ആളുകളിൽ പരീക്ഷണം നടത്തി അവരെ നോർമൽ ആക്കാനുള്ള ഒരു പരീക്ഷണവുമായി അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുകയാണ് നമ്മുടെ കാളി. അമേരിക്കയിൽ ഒരിടത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെയുള്ള കുറ്റിക്കാട്ടിലാണ് കാളിയുടെ കളി. സയന്റിസ്റ്റായ കാളിക്ക് കൂട്ടായി അവനുണ്ട്, മറ്റാരുമല്ല അപരാധികളുടെ മുത്തച്ഛൻ പെട്ടിക്കുള്ളിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുട്ടാപ്സ്. അപ്പോൾ കുട്ടാപ്സായി വന്നിരിക്കുന്നത് നമ്മുടെ സൗബിനാണ്. അസൂയ കൊണ്ട് പറയുകയല്ല, അത്രയ്ക്ക് ഗംഭീര പെർഫോമൻസ് ആണ് സൗബിൻ ഇതിൽ. കാളിയുടെ മുത്തച്ഛന്റെ വയസ്സ്, അങ്ങേരുടെ ഫോണിലെ ബാറ്ററി ശതമാനം, അജു വർഗീസിന്റെ ഫോണിലെ തുണ്ടു മെസ്സേജ് അയക്കൽ, ഇതൊക്കെ കാണാതെ പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് കുട്ടാപ്സിനുണ്ട്. അങ്ങനെ ഒരു കാട്ടുപ്രദേശത്ത് എവിടെയോ അവർ ലാബ് സെറ്റ് ചെയ്യും. അതിനിടയിൽ ലാബ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരാവശ്യവുമില്ലാതെ എന്തിനോ വേണ്ടി ഒരു പാട്ട്. കാളി കാട്ടിൽ സെറ്റ് ചെയ്യുന്ന ഈ പ്രൊജക്ടിന്റെ പേരാണ് ജാക്ക് ആൻഡ് ജിൽ. ഇത് വർക്കൗട്ട് ആയാൽ മനുഷ്യൻ സൂപ്പർ ഹ്യൂമൻ ആകുമെന്നാണ് കാളിയുടെ തള്ള്. അപ്പൊ ഈ പ്രൊജക്ടിന്റെ പരീക്ഷണ വസ്തുവാകാൻ വേണ്ടി പ്രാന്ത് പിടിച്ച് നടക്കുന്ന ഇന്ദ്രേട്ടനെ അവർ കൊണ്ടുവരും. അങ്ങനെ പുള്ളിനെ പിടിച്ച് തലയിൽ കുറെ ട്യൂബുള്ള കിരീടവും വെച്ച് പരിപാടി അങ്ങ് തുടങ്ങും. പക്ഷെ ഫേസ് 1 എക്സിക്യൂട്ട് ചെയ്തതും സൂപ്പർ ഹ്യൂമൻ ആകുന്നതിന് പകരം അങ്ങേര് ഹിറ്റ്ലറുടെ ഫാൻ ബോയ് ആയി ഒന്നുകൂടി പ്രാന്ത് കൂടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അതിനിടയ്ക്കാണ് പടത്തിലെ വില്ലൻ ബ്ലേഡ് വാസുവിന്റെ എൻട്രി. അപ്പൊ ഈ ബ്ലേഡ് വാസുവിന്റെ പണിയായുധമാണ് റേസർ ബ്ലേഡ്. പക്ഷെ വാസു ബ്ലേഡ് ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. അവർ ഈ വലം കൈ ഉപയോഗിക്കുന്നത് മറ്റു പല ആവശ്യങ്ങൾക്കുമാണ്. കാശ് കടം മേടിച്ചവന്മാരെ പിടിച്ച് അവന്മാരുടെ ഷർട്ടിന്റെ ബട്ടൺ മുറിച്ച് കളയുക, വായിൽ എന്തൊക്കെയോ വെച്ച് മുകളിലേക്ക് നോക്കി അലറുക, ഇതൊക്കെയാണ് ഈ പാൽക്കുപ്പിയുടെ പണി. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ്. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്തെന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. പിന്നെ 24 മണിക്കൂറും പാല് കുടിക്കുന്ന ഒരു കണ്ണാപ്പിയുണ്ട് വില്ലന്റെ കൂടെ. പശും പാല്, നല്ല പശും പാല്, തോണി കുടിച്ച് 6 അടിക്കുന്ന പശും പാല്. എടാ പോടാ, നിർത്തി പോടാ. എവിടുന്നാടാ ഇമാതിരി ക്യാരക്ടറിനൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്? ഡയറക്ടർ അണ്ണാ നിങ്ങളെ നമിച്ച്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇന്ദ്രേട്ടൻ ഓടി രക്ഷപ്പെട്ടതിന്റെ ഒഴിവിലേക്ക് കിളിപോയ മഞ്ജു ചേച്ചിനെ കാളി റിക്രൂട്ട് ചെയ്യും. മഞ്ജു ചേച്ചി അയൺ ലേഡി ആയതുകൊണ്ട് 24 മണിക്കൂർ അയൺ ബോക്സുമായാണ് നടപ്പ്. അങ്ങനെ ഒരു ലോഡ് ഭക്ഷണമൊക്കെ കൊടുത്ത് ഒരു വിധത്തിൽ മഞ്ജു ചേച്ചിനെ ലാബിലേക്ക് കൊണ്ടുവരും. അങ്ങനെ മഞ്ജു ചേച്ചിയുടെ തലയിൽ എയർ പമ്പിന്റെ കുഴലൊക്കെ കുത്തിക്കയറ്റിയ കിരീടം വെച്ച് ജാക്ക് ആൻഡ് ജിൽ പ്രോഗ്രാം ഈ മെനകെട്ട കുട്ടാപ്സ് റൺ ചെയ്യും. അതോടെ കുട്ടാപ്സും മഞ്ജു ചേച്ചിയും കൂടി ഒരു പാട്ട് പാടി നമ്മളെ അങ്ങ് വെറുപ്പിക്കും. അപ്പൊ പരീക്ഷണവും കഴിഞ്ഞ് ഐൻസ്റ്റീൻ ആണെന്നും പറഞ്ഞ് അങ്ങേരുടെ ഫോർമുലയൊക്കെ എഴുതി വെച്ച് എന്തൊക്കെ അവരത് അവർ കാണിച്ചു കൂട്ടും. എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? പിന്നെ ആളുകളെ ഉറക്കത്തിൽ നിന്ന് എണീപ്പിക്കാനുള്ള സിസ്റ്റം ഒക്കെ നമ്മുടെ കുട്ടാപ്സിനുണ്ട്. എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. എന്ത് വെറുപ്പിക്കലാണ് ഈ സാധനമെന്ന് പടം കണ്ടവർക്കറിയാം. എന്തിനാണ് ഇതിനൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ഒരു ഫോണിൽ അലാറം സെറ്റ് ചെയ്താൽ പോരെ? അത് കഴിയുമ്പോൾ ദേ മഞ്ജു ചേച്ചിയുടെ അടുത്ത വെറുപ്പിക്കൽ തുടങ്ങും. പുള്ളിക്കാരുടെ വെറുപ്പിക്കൽ പോരെന്നും പറഞ്ഞ് വീണ്ടും എയർ പമ്പ് കുഴൽ വെച്ച കിരീടം മഞ്ജു ചേച്ചിയുടെ തലയിൽ വെച്ച് കൊടുക്കും. ഇത് ചെയ്യാൻ വേണ്ടി ഇവരെ ഈ തല്ലിപ്പൊളി കാറിനകത്ത് കയറ്റുന്നത് എന്തിനാണെന്ന് മാത്രം ഇതുവരെ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ സെക്കൻഡ് ഫേസ് ജാക്ക് ആൻഡ് ജിൽ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് മറ്റാരുമല്ല ഗൈസ്, നമ്മുടെ സ്വന്തം രാജുവേട്ടൻ. യുദ്ധം കൊണ്ട് എന്ത് നേടി? ഒന്നുമില്ല. ലോകം തീനാളം പോലെ. യെസ്, വീണ്ടും രാജു. അങ്ങനെ ഫേസ് 2 ഒക്കെ കഴിഞ്ഞ് കാളിയും മഞ്ജു ചേച്ചിയും കൂടി നമ്മുടെ ബ്ലേഡ് വാസിന്റെ ഡാഡിയുടെ മാജിക് ഷോയ്ക്ക് പോകും. ഡാഡിയും വാസുവിനെ പോലെ ഒരു കൊടും ഭീകരനാണ്. സൂയിസൈഡ് ആയിരിക്കണം, അല്ലേ ഇവിടെ ഒരു സൂയിസൈഡ് നടക്കും. മോള് പേടിച്ചോ? ഡ്രസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതല്ലേ.
മാജിക് ഷോയ്ക്ക് ശേഷം മഞ്ജു ചേച്ചിയും പരിവാരങ്ങളും കൂടി ഒരു ഡാൻസ് അവരാധകം കീച്ചും. ഡാൻസ് വൻ വെറുപ്പിക്കലാണെന്ന് പറഞ്ഞ ബ്ലേഡ് വാസിന്റെ തല മഞ്ജു ചേച്ചി കയ്യിലിരുന്ന അയൺ ബോക്സ് എടുത്ത് മേലാൽ സത്യം വിളിച്ച് പറയരുതെന്നും പറഞ്ഞ് അടിച്ച് പൊട്ടിക്കും. വില്ലന്മാരാണെങ്കിൽ അതിന്റെ ദേഷ്യത്തിന് മഞ്ജു ചേച്ചിയെ തട്ടിക്കൊണ്ടുവന്ന് വലിയൊരു ക്ലോക്ക് ചേച്ചിയുടെ മേത്ത് മറിച്ചിട്ട് അവരെ അങ്ങ് കൊല്ലും. എന്നിട്ട് എവിടെയോ കൊണ്ടുപോയി കുഴിച്ചിടും. അങ്ങനെ ഈ വാർത്ത അറിഞ്ഞ പോലീസുകാർ അന്വേഷിച്ച് നമ്മുടെ ലാബിലെത്തും. അപ്പോഴാണ് ട്വിസ്റ്റ്. മഞ്ജു ചേച്ചി അവിടെ തലയൊക്കെ വെള്ളത്തിൽ മുക്കി ഒരു കുഴപ്പവുമില്ലാതെ ചില്ലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ മഞ്ജു ചേച്ചിയെ പെട്ടിയിലാക്കി കുഴിച്ചിടാൻ പോയപ്പോൾ അവിടെ എത്തിയ ഇന്ദ്രേട്ടൻ മഞ്ജു ചേച്ചിയെ രക്ഷിക്കും. പിന്നെ മഞ്ജു ചേച്ചി ഓരോ കോസ്റ്റ്യൂം അണിഞ്ഞ് വില്ലന്മാരെ ഓരോരുത്തരെ കൊല്ലാൻ തുടങ്ങും. ഇതെന്താ സംഭവിച്ചേ? ആത്മഹത്യയായിരിക്കും. അങ്ങനെ ക്ലൈമാക്സ് സീനിൽ മഞ്ജു ചേച്ചി കൊടൂര വില്ലൻ ബ്ലേഡ് വാസുവിനെ അപ്പനെ അങ്ങ് തീർക്കും. അവസാനം ഡാഡിയെ കാണണമെന്ന് പറഞ്ഞ് കിടന്നു മുങ്ങിയ കുട്ടാപ്സിന് സൗബിനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കും നമ്മുടെ സയന്റിസ്റ്റ് കാളി. സത്യം പറയണോ? പെറ്റ തള്ള സഹിക്കത്തില്ല. ഏതായാലും പൗലോച്ചായനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഭരത് അവാർഡ് കിട്ടുന്ന ഓവർ ആക്ടിംഗ് അല്ലേ കാഴ്ച വെച്ചത്. അങ്ങനെ ഈ അപരാധ പടം ഇവിടെ തീർന്നു ഗൈസ്.